أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبعث الله غرابا يبعث فيه الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതൊരു പക്ഷേ സ്വാഭാവികമായ മരണമായിരിക്കാം, കൊലപാതകമായിരിക്കാം, ആത്മഹത്യയായിരിക്കാം, കെട്ടിടം വീണ് തകർന്ന്, ബോംബ് വീണ് കരിഞ്ഞ്, വെള്ളത്തിൽ വീണ് അഴിഞ്ഞ്, മണ്ണിൽ ലയിച്ച്, എങ്ങനെയായിരുന്നാലും ഒരു മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. അതിൻ്റെ സമയവും സന്ദർഭവും നമുക്കറിഞ്ഞുകൂടാ എന്ന് മാത്രം. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്ത് ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. തുടങ്ങാൻ വൈകിയാലും അവസാനിപ്പിക്കാൻ ഒട്ടും വൈകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ലോകത്ത് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ടു മക്കൾ തമ്മിലുള്ള ചെറിയൊരു ഈർഷ്യതയിൽ നിന്നാണ്. ആദം നബിയുടെ കഥ കേൾക്കുക എന്നുള്ള വലിയ രസമുള്ള ഏർപ്പാടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളുടെ കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഏർപ്പാടല്ല അത്. കാരണം ഓരോ പോയിന്റും ഒരു മണിക്കൂറിലധികം സമയം വിശദമായി വിശദീകരിക്കാനുണ്ട്. ഉദാഹരണമായി, ആദമിന്റെ രണ്ട് മക്കളും കൃഷി നടത്തുകയും കൃഷിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഉൽപ്പന്നം അള്ളാഹുവിന് കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിഷയം തുടങ്ങുന്നത്. ഒരാളിൽ നിന്ന് സ്വീകരിക്കുകയും ഒരാളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. തിരസ്കരിച്ചു. അള്ളാഹു സ്വീകരിച്ചു, ഒരാളുടേത് തിരസ്കരിച്ചു. ജ്യേഷ്ഠൻ്റേത് അള്ളാഹു അവഗണിച്ചു, അനുജൻ്റേത് അള്ളാഹു കബൂലാക്കി. സ്വാഭാവികമായും അതുവരെ കുഴപ്പം ഇല്ലാത്ത ആ സന്ദർഭത്തിൽ ശൈത്വാൻ ഇടപെടുകയും ജ്യേഷ്ഠന് തോന്നിപ്പോവുകയാണ്, അനുജൻ എന്നേക്കാൾ വലിയ കേമനാകാൻ പാടില്ല, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്നേക്കാൾ വലിയ കേമനാകാൻ പാടില്ല എന്ന് അനുജൻ തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, മൂത്ത സഹോദരൻ ഇളയ സഹോദരന്റെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും കണ്ണു തുറിച്ച് നാവ് പുറത്തേക്ക് വരികയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്, ഇക്ക, സൂക്ഷ്മതയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു കബൂൽ ചെയ്യാം, അല്ലാത്ത ആൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, സക്കാത്ത് കൊടുക്കാം, നോമ്പ് പിടിക്കാം, നിസ്കരിക്കാം, ഖുർആൻ ഓതാം, എന്തും ചെയ്യാം. പക്ഷെ അള്ളാഹു കബൂലാക്കണമെങ്കിൽ അതിൽ തഖ്വ ഉണ്ടാകണം. അത് നിങ്ങളുടെ അടുത്ത് ഇല്ല. അതാണ് ജസ്റ്റ് അനുജൻ പറഞ്ഞത്. അതാണ്, നിങ്ങളുടെ അടുത്ത് തഖ്വ ഇല്ല. നിന്റെ അടുത്ത് തഖ്വ ഉണ്ടെന്ന് പറഞ്ഞു, അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ജ്യേഷ്ഠൻ അതുകൂടി കേട്ടപ്പോൾ ആ കൈ മുറുകി. സ്വന്തം ഉപ്പയുടെ, അതായത് ആദം നബിയുടെ മകനായി ജനിച്ച് ഹവ്വയുടെ മകനായി ജനിച്ച് ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഒരേ ഉപ്പയുടെ ബീജമായി വളർന്ന് ഭൂമിയിലേക്ക് വന്ന സ്വന്തം ജ്യേഷ്ഠൻ താൻ ഏതൊരു സ്ഥാനത്താണ് നിൽക്കുന്നത് ആ സ്ഥാനം മറക്കുകയാണ്. എന്നിട്ട് അനുജന നിഷ്കരണം കൊല്ലുകയാണ്, കൊന്നു കളയുകയാണ്, കൊന്നു മരിച്ചു കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? അതുവരെയുള്ളൂ. കഥയും തിരക്കഥയും അദ്ദേഹം എഴുതി വെച്ചത് അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഫിലിം, ആ ഫ്രെയിം ഉരുട്ടാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അവിടെ പച്ച മനുഷ്യനായി, സങ്കടപ്പെട്ടു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ബേജാറായി, ടെൻഷൻ അടിച്ചു, പരിഭ്രാന്തനായി, ഭ്രാന്താവുന്ന മനുഷ്യന്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലാഹു ഖുറാബൻ, അപ്പോൾ അള്ളാഹു ഒരു കാക്കയെ നിയോഗിക്കുകയുണ്ടായി ഫിൽ അർളി ലിയുരിയഹു, ആ മൂത്ത കൊലപാതകിയായ ജ്യേഷ്ഠന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, കൈഫ യുവാരി സൗഅത അഖീഹി, മരിച്ചു കിടക്കുന്ന
തൻ്റെ അനുജന്റെ മയ്യത്ത് എങ്ങനെ ഖബറടക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ. കാക്ക ഭൂമിയിൽ മാന്തി കുഴിയുണ്ടാക്കി ഇക്കാക്കയുടെ തലയിൽ ചിന്തയുടെ ഓളങ്ങൾ ഉണ്ടായി. അദ്ദേഹം കുഴി കുത്തി പൊന്നനുജൻ അതിൽ ഖബറടക്കം ചെയ്തു. കാലം വളർന്നു, യുഗം പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ആധുനിക മനുഷ്യൻ നേരത്തെ ബെൻസിർ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ മരണം നടന്നാൽ എന്തു ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ്. വേറുള്ളതൊക്കെ അറിയാം, കൊല്ലാനറിയാം, കൊന്നിട്ട് എന്ത് എന്നുള്ളത് അറിയില്ല. ഇവിടെയാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിക്കണം എന്ന ഒരു ഭാഗത്തേക്ക് എത്തിയത്. പല ആളുകൾക്കും മരിച്ച മയ്യത്ത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മയ്യത്തുണ്ട്. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന മയ്യത്ത്, മൂക്കിൽ ട്യൂബ്, വായിൽ ട്യൂബ്, മലത്തിന് ട്യൂബ്, മൂത്രത്തിന് ട്യൂബും ഒക്കെ ഇട്ടിങ്ങനെ കിടക്കുന്നുണ്ടാവും. അവസാനം വൈദ്യശാസ്ത്രം പറയും, ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു. ഇവിടെയാണ് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യത ഉണരുന്നത്. സഹോദരന്മാരെ, ജനപ്പെടുത്ത് തുടങ്ങാം. ഒരു രോഗിയാകുമ്പോൾ നഴ്സ് ഉണ്ടാവും, ഹോം നഴ്സ് ഉണ്ടാവും, മറ്റു പലരും ഉണ്ടാവും. വീട്ടിലേക്ക് മടക്കിയാൽ ഒക്കെ നമ്മളായി മാറണം. അവിടെ ഒരു ശിശുവിനെ ഇൻക്യൂബിലേറ്ററിൽ ഇടുന്നത് പോലെ തന്നെ വളരെ കൃത്യമായ കണിശമായ പരിചരണം അനിവാര്യമാണ്. ഇനി ഡോക്ടർ പറഞ്ഞു, ഇനി യാതൊരു രക്ഷയില്ല, എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ്, അപ്പൊ നിങ്ങൾ ഓക്സിജന്റെ ആ മാസ്ക് മുഖത്തുനിന്ന് ഊരി മാറ്റിയാൽ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ ഇനി ചെയ്യേണ്ടത്, കുറെ കാലമായിട്ട് ഈ ഞരമ്പിൽ കൂടി രക്തം ഓടാത്തത് കൊണ്ട് പല സമയത്തും പല ഭാഗത്തും കുത്തി ശരീരത്തിൽ നേടിൽ കുത്താൻ ഇടമില്ലാത്തത് കൊണ്ട് പ്രത്യേകമായ ഒരു സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് എടുക്കലില്ല, അപൂർവമായിട്ടാണ് എടുക്കുക. മരിക്കുമെന്ന് ഉറപ്പ് കണ്ടാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ട് ബ്ലഡ് വരാത്ത രൂപത്തിൽ ക്ലോട്ട് ആകാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് അതിന്റെ ചുറ്റുഭാഗത്തുള്ള പശ ഉണ്ടാവും, അത് എണ്ണയോ മറ്റോ വെച്ച് റബ്ബ് ചെയ്തിട്ട് ആ ഭാഗം വൃത്തിയാക്കുക. ട്യൂബുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ റിമൂവ് ചെയ്യാം. പറ്റില്ലെങ്കിൽ പറ്റുന്ന ആളുകളെ കൊണ്ടുവന്ന് ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യാം. കയ്യിൽ നഖം, അത് മരിച്ചതിന് ശേഷം ബാപ്പാന്റെ നഖം വെട്ടിക്കൊടുക്കലല്ല, ജീവിച്ചിരിക്കുമ്പോൾ അനന്തരാവകാശികളായ ആളുകൾക്ക് ചെയ്യാനുള്ള ബാധ്യത ഒന്ന്, ആഴ്ചയിൽ ഒരു ദിവസം ബാപ്പാന്റെ നഖം വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. മീശ ഇങ്ങനെ ചുണ്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്ത രൂപത്തിലായിരിക്കണം. മരിച്ചു കിടക്കുമ്പോൾ ഒരു വികൃതമായ രൂപം ആണ് എന്ന് മനസ്സിലാകരുത്. ബാപ്പ നിശ്ചലാണ്, ഉമ്മ നിശ്ചലയാണ് എങ്കിൽ മക്കളായ ആണും പെണ്ണുമൊക്കെ നഖം മുറിക്കാനും അനാവശ്യമായ രോമങ്ങൾ 40 ദിവസം കൂടുമ്പോൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. ത്വക്കുകളിലും രഹസ്യഭാഗങ്ങളിലും ഒക്കെയുള്ള മുടി നീക്കം ചെയ്യപ്പെടാതെ കുളിപ്പിക്കുന്ന ആളുകൾ അഭിപ്രായം പറയാൻ വേണ്ടി ഒഴിച്ചിട്ട് കൊടുക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേണ്ടത് ദീനിയായ ചുറ്റുപാടുണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ കിടന്നാ മരിച്ചത്? ഏത് വാട്ടർ ബെഡിൽ കിടന്നാ മരിച്ചത്? ഏത് ഹോം നേഴ്സാണ് ചികിത്സിച്ചത്? ഐഷാബിയുടെ മടിയിലാണ്, ഐഷാബിയുടെ മാറിൽ ചാരിയായിട്ട്. അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. 19 വയസ്സുള്ള സമയത്ത് ബാപ്പ 15 വയസ്സുള്ള 16 വയസ്സുള്ള ഉമ്മാന്റെ വിരലും പിടിച്ച് ഈ കുടിലിൽ കയറി വന്നിട്ട് ഈ കണ്ട കാലം അത്രയായിട്ടും ഇടക്കുരുവികളെ പോലെ ഒരു വിരുന്ന് പോലും പോകാതെ, സൽക്കാരത്തിന് പോകാതെ, ഈ വീടിന്റെ കാവൽക്കാരെ പോലെ ഇവിടെ ജീവിച്ച ആൾക്കാരാണ്. പിണങ്ങിയിട്ടുണ്ട് പലപ്പോഴും. സ്വകാര്യ ജീവിതത്തിൽ അവരുടെ രഹസ്യങ്ങൾ ഒരുപാട് ഉണ്ട്. ആ ഭാണ്ഡക്കെട്ടുകളൊക്കെ അഴിച്ചു കൊടുക്കാൻ വാപ്പക്കുമ്മാനോട് പറയാനുള്ളതും ഉമ്മാക്ക് ബാപ്പാനോട് പറയാനുള്ളതൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് മക്കളും മരുമക്കളും വേണ്ടപ്പെട്ട വിസിറ്റേഴ്സ് ഒക്കെ തൽക്കാലം അവിടുന്ന് വരിക്കുന്ന സമയത്ത് മാറിക്കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ ആയിഷാബിയുടെ മടിയിൽ കിടന്നാ പറഞ്ഞത്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പിന്നെ ഒന്ന്, കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ രോഗിയാണ്, ചിലപ്പോൾ അല്ലാഹ് എന്ന് വിളിക്കും, മുറിഞ്ഞു, വീണ്ടും ചൊല്ലിക്കൊടുക്കണം. നമ്മൾ രാവിലെ ചൊല്ലിയില്ലേ,
ഉച്ചയിട്ടല്ലുള്ളൂ? ഇല്ല, അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിച്ച മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ചെയ്ത മുഴുവൻ കാര്യങ്ങളും സഫലീകൃതമായി. ഇല്ലെങ്കിലോ അതുവരെ 99.999% ചെയ്തതും ഈ ഒരൊറ്റ 0.5% കൊണ്ട് ബാത്തിലായി. കാരണം ശൈത്വാൻ ഏറ്റവും ശക്തമായ രൂപത്തിൽ കളിക്കുന്ന സന്ദർഭം ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെടുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കലിമ ആവർത്തിച്ച് 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 ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആ മനുഷ്യന്റെ റൂഹ് അവസാനമായി പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, ചെയ്തു കാണിക്കാം. അതിനു മുമ്പായി എന്തൊക്കെയാണ് ഒരാൾ മരിക്കുകയാണെങ്കിൽ ആവശ്യമായിട്ട് കരുതേണ്ടത് എന്ന് കൂടി പറയാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു തുണി. അയാൾ ഇട്ടെടുത്തിരിക്കുന്ന തുണി, അയാൾ ധരിക്കുന്ന വസ്ത്രം ഒരു പക്ഷേ മരണത്തിന്റെ വേദന കൊണ്ട്, സക്കറാത്തുൽ മൗത്തിന്റെ പ്രയാസം കൊണ്ട് വസ്ത്രത്തിൽ നജസോ മലമോ മൂത്രമോ ആവാൻ സാധ്യത ഉണ്ട്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് ഇത്തരം ഒരു തുണിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ഉടുത്ത വസ്ത്രങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ആവശ്യമായ കാര്യങ്ങൾ പറയാം. ഒന്ന്, 3 കഷ്ണം തുണി ഒരാളെ പുതപ്പിക്കുവാൻ ആവശ്യമായത് ഞാനിപ്പോ തരണ്ടെങ്കിൽ എന്നേക്കാൾ 2 ഭാഗത്തും ഒരു 4 ഇഞ്ച് വീതം നീളമുള്ളതായിരിക്കണം തുണി. ഒരുപക്ഷെ ഞാൻ 5 അടി ഉണ്ടാവുള്ളൂ, എനിക്ക് 3 മീറ്ററിന്റെ കഷ്ണം ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോ 7 അടി ഹൈറ്റുള്ള ആളായിരിക്കും, എനിക്ക് 9 മീറ്ററിന്റെ തുണി കൊണ്ടുവന്ന് വെച്ചാൽ അത് മതിയാവില്ല. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? മയ്യത്തിന്റെ നീളം അളക്കണം. പീഡിയക്കാരൻ മുറിച്ചോ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കാല് പിടിച്ചാൽ തല പിടിച്ചാൽ കാല് പുറത്തു പോകും. അതുകൊണ്ട് ആദ്യം മയ്യത്തിന്റെ നീളം അളന്നിട്ട് വേണം വസ്ത്രം വാങ്ങിക്കൊണ്ടുവരാൻ. അവിടെ മുറിച്ചു വെച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പണിയൊന്നും നടക്കൂല. അപ്പൊ ഇത് 3 കഷ്ണം തുണി പുരുഷനാണെങ്കിൽ. സ്ത്രീ ആണെങ്കിൽ അതിൽ കൂട്ടത്തിൽ ഒരു മുഖമക്കന. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് പഴയത് തന്നെ ഉപയോഗിക്കാം, പുതിയത് വേണമെന്ന് ഒരു നിർബന്ധമല്ല. അതുപോലെ തന്നെ നിസ്കാരക്കുപ്പായം. ഇങ്ങനെയുള്ള 5 വസ്ത്രങ്ങൾ സ്ത്രീക്കും 3 വസ്ത്രങ്ങൾ പുരുഷനുമാണ് ഉണ്ടാവുക. ഇനി ഒരു വസ്ത്രം കുറഞ്ഞാലോ ഒരു കുഴപ്പമില്ല, കൂടാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കഷ്ണം തുണി. എന്നാൽ അദ്ദേഹത്തിന്റെ തലപ്പാവോ അടിമുണ്ടോ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ല, ഇത് കിട്ടിയില്ല. ആകെ മരിച്ചപ്പോ ഞാനും എന്റെ സഹോദരനെ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് അവൻ മരിച്ചു. അവൻ പാൻസ് ആണ് ധരിച്ചിട്ടുള്ളത്, ഞാൻ ഡബിൾ മുണ്ടും. എനിക്ക് എന്റെ അനുജനെ, എന്റെ സഹോദരനെ ഖബറടക്കാൻ എന്റെ ഈ ഡബിൾ മുണ്ട് കീറിയ സിംഗിൾ മുണ്ട് മാത്രം മതിയാവും. മുസഅബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖബറടക്കാൻ നോക്കുമ്പോൾ തലയിലേക്ക് വലിച്ചിട്ടാൽ കാലിലേക്ക് വലിച്ചിട്ടാൽ തലയും പുറത്താകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, തലയിലേക്ക് നിങ്ങൾ തുണി വലിച്ചിട്ടിട്ട് കാലിൽ ഇദഖീർ എന്ന പുല്ല് വെച്ചിട്ട് അദ്ദേഹത്തെ ഖബറടക്കം ചെയ്യാം. മനസ്സിലായില്ല? അതുവരെ മനസ്സിലായില്ലേ? ഇത് പ്രസംഗമല്ല കേട്ടോ, പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. ഇനി പഴയതാണെങ്കിലോ, ബാപ്പ ഇന്നലെ കുളിച്ച സോപ്പ് തന്നെയാണ് ബാത്റൂമിലുള്ളത്, ബാപ്പ ഇന്നലെ തോർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മാറാക്കുള്ളത്, അത് നാളെ വേറുള്ളവർക്ക് ഉപയോഗിക്കും. പക്ഷെ കുളിപ്പിച്ചത്, മയ്യത്ത് കുളിപ്പിച്ചത് എന്തൊരു പ്രയാസമാണ്. നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, ഒരു പ്രയാസവും അതിൽ അനുഭവിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മമാര്, സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വെളുത്ത മുഖമക്കനയും ഒരു നല്ല വെളുത്ത നിസ്കാര കുപ്പായവും തയ്യാറാക്കി വെക്കുക. എന്റെ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 3 കഷ്ണം തുണി ഇന്ന് തന്നെ വാങ്ങിയിട്ട് അലമാര മുകളിൽ വെക്കുക. അപ്പോൾ നേരത്തെ ആകുന്നതും പഴയത് ആകുന്നതും ഒന്നും വിരോധമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തുണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഇനി വേണ്ടത് കുളിപ്പിക്കാനുള്ള ഒരു സോപ്പ്. അത് വേണമെങ്കിൽ വെള്ളത്തിലിടാം, അല്ലെങ്കിൽ ഇപ്പോൾ ബോഡി വാഷ് പോലെയുള്ള ഷാമ്പു പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് തന്നെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള പിയേഴ്സ് പോലുള്ളതൊക്കെ ആണെങ്കിൽ ഒരല്പം നല്ല തിളച്ച വെള്ളത്തിലിട്ടാൽ അതിങ്ങനെ ഒരു ലിക്വിഡ് പോലെ ആയി കിട്ടും. അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. അതുപോലെ എന്തെങ്കിലും ഒന്നും ആവാം. പിന്നെ വേണ്ടൊരു സാധനമാണ് ഈ കർപ്പൂരം എന്ന് പറയുന്നത്. ഈ കർപ്പൂരം എല്ലാം കൂടി അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ അതങ്ങനെ പൊടിയുന്ന സാധനമാണ്, അങ്ങനെ പൊടിയും. ഇത് നമ്മളൊരു ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട്
ഒരു മൂലക്ക് മാറ്റി വെക്കും. ഇത് അവസാനം ഉപയോഗിക്കാനുള്ളതാണ്. അത് ആദ്യം അങ്ങനെ പൊടിച്ചു വെച്ച് കലങ്ങി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പൊടിയും. ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടയും കഷ്ണമൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവിടെ താടിയിലൊന്ന്, ഇവിടെ ഒന്ന്, തലയിലൊന്നൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പൊടിച്ചു വെക്കുന്നത്. പിന്നെ ഒരു സാധനമുള്ളതാണ് ഈ കുന്തിരിക്കം. കുന്തിരിക്കം എന്നുള്ളത് അത് ഈ മയ്യത്തിന്റെ തുണി പുകയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് മുഴുവൻ എടുത്ത് ബക്കറ്റിൽ പൊടിച്ചിടുന്നതിന് പകരമായിട്ട് 2-3 പീസ് എടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് തേങ്ങയുടെ ചകിരിയോ അല്ലെങ്കിൽ പ്ലേറ്റോ എടുത്തിട്ട് കത്തിക്കുക. പെട്ടെന്ന് കത്തുന്ന ഒരു സാധനമാണ്. അതിൽ സാമ്പ്രാണി ഇട്ടിട്ട് അല്ലെങ്കിൽ കുന്തിരിക്കം ഇട്ടിട്ട് പോച്ചാൽ ഈ തുണിയിലേക്ക് നല്ല പുക കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള തുണിക്കഷ്ണങ്ങളാണ്. ഇതെന്തിനാ? ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബ്രഷിന് പകരമായിട്ട് വായിൽ ഒക്കെ വിരലിട്ട് തേക്കേണ്ടി വരുന്ന രൂപം ഉണ്ടാവുമെങ്കിൽ അത് തേക്കാൻ വേണ്ടി വിരൽ ഡയറക്റ്റ് പ്രവേശിപ്പിക്കാതെ വിരലിൽ ഇങ്ങനെ തുണി ചുറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരല്പം കൂടി വീതിയായിട്ടുള്ളത് ഉണ്ട് എങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് കയ്യിൽ ഇങ്ങനെ ചുറ്റാം. രഹസ്യഭാഗങ്ങളിൽ മലം, മൂത്രം തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി അത് കഴുകി കളയാൻ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ പിന്നീട് ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് പനിനീര്, അതും അതുപോലെ തന്നെ അതിന് ലാസ്റ്റ് വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് അതിന്റെ പെർഫ്യൂം ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും, വീട്ടിലൊക്കെ ആകുമ്പോൾ സുലഭമായിട്ട് കിട്ടും. അതും മയ്യത്തിന്റെ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ ആക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ് പഞ്ഞി. എല്ലാത്തിനും ഒരു ഭംഗി, ഹുർമത്ത് വേണം. ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ മനോഹരമായി ചെയ്യാൻ കഴിയുമോ അത്രയും മനോഹരമായിട്ട് വേണം മയ്യത്ത് സംസ്കരണം നടത്താൻ എന്നുള്ളതാണ് ആകെ കൂടി പറയാനുള്ളത്. ഇനി ഡമ്മി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹയാത്തിലുള്ള ഒരാളെ മയ്യത്തായിട്ട് കിടത്തുകയാണ്. ഹയാത്തിലുള്ള നമ്മുടെ ഒരു സഹോദരനുണ്ട്, അബ്ദുട്ടി സാഹിബ്. അദ്ദേഹം നമ്മൾ ഈ വിഷയം കണ്ടപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്